കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഏഴിമലക്കാട്ടിലെ നീലത്തടാകത്തിൽ താമസിച്ചിരുന്ന രണ്ട് തവളക്കുട്ടന്മാരായിരുന്നു ഇച്ചാപ്പിയും കൊച്ചാപ്പിയും. രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. അന്ന് അമ്മ രണ്ടുപേരെയും ഒരുക്കി സ്കൂളിൽ വിട്ടു. കലോത്സവം നടക്കുന്ന ദിവസമായിരുന്നു. രണ്ടുപേരും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു. ഇച്ചാപ്പിക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടി. സ്വർണ്ണ മെഡലും വെള്ളി മെഡലും ഒക്കെ കിട്ടി. പാവം കൊച്ചാപ്പിക്കാകട്ടെ 3-4 സ്ഥാനങ്ങളാണ് കിട്ടിയത്. അങ്ങനെ അന്ന് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലെത്തി. കൊച്ചാപ്പി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അമ്മേ, ഇച്ചാപ്പിക്ക് ഇന്ന് കുറേ സമ്മാനം കിട്ടി. സ്വർണ്ണ മെഡലും വെള്ളി മെഡലും ഒക്കെ കിട്ടി. അപ്പൊ നിനക്കോ കൊച്ചാപ്പി? അമ്മ ചോദിച്ചു. ഞാൻ എല്ലാത്തിലും പങ്കെടുത്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല അമ്മേ. ഒരു സമ്മാനവും കിട്ടിയില്ല. പാട്ട് പാടിയപ്പോ ഒരു വരി തെറ്റിയപ്പോ എല്ലാരും കൂടി ചിരിച്ചു. ഞാനും ചിരിച്ചമ്മേ. നല്ല രസായിരുന്നു. കൊച്ചാപ്പി പറഞ്ഞു. ഇച്ചാപ്പി ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചു. അമ്മ സ്നേഹത്തോടെ ഇച്ചാപ്പിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എന്റെ ഇച്ചാപ്പി, ഇത്രയൊക്കെ സമ്മാനം കിട്ടിയിട്ട് എന്റെ മോൻ എന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നേ? ഒരു സന്തോഷമില്ലല്ലോ. എന്ത് പറ്റി കുട്ടാ? പറ. അമ്മയുടെ ചക്കരയല്ലേ? ദേ നോക്ക്, ഒരു സമ്മാനവും കിട്ടിയില്ല. എന്നിട്ടും കൊച്ചാപ്പിനെ നോക്ക്, ചിരിച്ച് സന്തോഷിച്ച് നടക്കണ കണ്ട. ഇച്ചാപ്പി മുഖം ഒന്നുകൂടി വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഒരു പോയിന്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കലാപ്രതിഭയാകായിരുന്നു. ഒരു പോയിന്റ് മതിയായിരുന്നമ്മേ. മണിയന്തവള എന്നെ വെട്ടിച്ചു. അവനാ ഒരു പോയിന്റിന് എന്നെ വെട്ടിച്ച് കലാപ്രതിഭയായത്. അവനെനിക്ക് ഇഷ്ടമല്ല അമ്മേ. കലാപ്രതിഭ അവനായമ്മേ. എന്റെ ഇച്ചാപ്പി, ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ ഓർത്ത് എന്തോ വലിയ കാര്യമാണെന്ന്. നിനക്ക് എത്രമാത്രം സമ്മാനങ്ങൾ കിട്ടി? സ്വർണ്ണ മെഡലും വെള്ളി മെഡലും കിട്ടിയില്ലേ? അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഒന്നും കിട്ടാത്ത നമ്മുടെ കൊച്ചാപ്പിയെ നോക്കി എത്ര തുള്ളിച്ചാടി നടക്കുന്നു. അമ്മ പറഞ്ഞു. അവൻ മണ്ടൻ, മരമണ്ടൻ. അവനൊന്നും കിട്ടിയില്ല, ഒരു സമ്മാനവും കിട്ടിയില്ല. എന്നിട്ടും ഇത് വലിയ സമ്മാനം കിട്ടിയ പോലെയുള്ള അവന്റെ തുള്ളല് കാണപ്പോ എനിക്കൊന്ന് ദേഷ്യം വരണണ്ടേ. ഇച്ചാപ്പി പറഞ്ഞു. പിന്നെ പോടാ, നീയാ മണ്ടൻ. ഞാനേ എന്റെ മാക്സിമം ശ്രമിച്ചാ മത്സരിച്ച്. എന്നാലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേതിലും മുമ്പിലെത്താൻ പറ്റിയല്ലോ. എനിക്കത് മതി. ഞാൻ ഹാപ്പിയാ. ഇത് കേട്ട് അമ്മ രണ്ടുപേരെയും അടുത്തു ചേർത്ത് പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. രണ്ടുപേരും മത്സരിച്ചു. എല്ലാ മത്സരങ്ങളിലും നിങ്ങൾ പങ്കെടുത്തു. വിജയമെന്ന് പറയുന്നത് എന്നും 1ാം സ്ഥാനം വാങ്ങുക എന്നതല്ല, നേരത്തെ ചെയ്തതിനേക്കാൾ കുറെ കൂടി നന്നായി ചെയ്യാൻ സാധിക്കുക എന്നതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സാധിച്ചു. നിങ്ങൾ ഇനിയും മത്സരങ്ങൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കണം. അവസരങ്ങൾ ഇനിയും വരും. നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമാണുള്ളത്. ഒരു ദിവസം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇപ്പോൾ കിട്ടിയ വിജയത്തെ ഓർത്ത് സന്തോഷിക്കണം. നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ അഭിമാനിക്കണം. നന്ദി നിറഞ്ഞൊരു മനസ്സുണ്ടാകണം കേട്ടോ. വിജയിച്ചവരോട് അസൂയം പാടില്ല. മക്കൾക്ക് മനസ്സിലായോ? ഇത് കേട്ട് ഇച്ചാപ്പിയും കൊച്ചാപ്പിയും ഉറക്കെ പറഞ്ഞു, സെറ്റ്. അടുത്ത മത്സരത്തിൽ ഞാൻ കലാപ്രതിഭ. ഞാനും കലാപ്രതിഭ. അടുത്ത മത്സരത്തിൽ ഞാൻ കലാപ്രതിഭയാകും. ഞാനും കലാപ്രതിഭയാകും. ആ മെഡലിങ് തന്നേ. രണ്ടുപേരും മെഡലുകൾ അണിഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ മുഴുവൻ ഓടിക്കളിച്ചു. കാടാകെ അവരുടെ ചിരികൾ മുഴങ്ങിക്കേട്ടു. കൂട്ടുകാരെ, എല്ലാ മത്സരങ്ങളിലും ജയവും തോൽവിയുമുണ്ട്. വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഊർജമാണ് പരാജയത്തിൽ നിന്ന് ലഭിക്കേണ്ടത്. വിജയിച്ചവരോട് ദേഷ്യവും പാടില്ല കേട്ടോ. സ്ഥിരമായ പ്രയത്നവും ആത്മവിശ്വാസവും നമ്മെയും വിജയത്തിലേക്ക് നയിക്കും. നമുക്ക് കിട്ടിയ വിജയങ്ങളിൽ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും വേണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our
channel.